എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മംഗലപുരം മുതൽ പാരിപ്പള്ളി വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് മംഗലപുരം ജംഗ്ഷനിൽ നിന്നാണ്. കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള വർക്ക് ഇപ്പോൾ RKC കമ്പനിയാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള നിർമ്മാണ പുരോഗതിയാണ് കാണാൻ കഴിയുന്നത്. മംഗലപുരം ജംഗ്ഷനിൽ ഒരു വർഷത്തിന് മുന്നേ തന്നെ RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ഒരു സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ മറുവശത്തുള്ള പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഇപ്പോൾ മണ്ണിട്ട് നികത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ഇടത് സൈഡിൽ അറിവാളിൻ്റെ വർക്കാണ് പുരോഗമിക്കുന്നത്. വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. ഇവിടെ നിന്നും തോന്നയ്ക്കൽ ഭാഗം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ പഴയ നാഷണൽ ഹൈവേയിലൂടെയും വലത് സൈഡിൽ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡ് വഴിയുമാണ് വാഹനങ്ങൾ പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി മെറ്റൽ നിരത്തിയിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് നേരെ 16-ാം മൈലിലേക്കാണ് പോകുന്നത്. റോഡിൻ്റെ വലത് ഭാഗത്ത് ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്നതായി കാണാം. പതിനാറാം മൈൽ ഒരു ചെറിയ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല.
ഇവിടെ നിന്ന് നേരെ ചെമ്പകമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും റോഡിൻ്റെ വലത് ഭാഗത്താണ് വർക്കുകൾ കൂടുതലായി നടക്കുന്നത്. ഇവിടെയും അണ്ടർപാസിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്ന വലിയ കുന്ന് കഴിഞ്ഞ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണതാണ്. ക്രാഷ് ബാരിയറുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടിയാണ് കംപ്ലീറ്റ് മണ്ണും ഇടിഞ്ഞു വീണത്. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയും മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് നേരെ കോരാണി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും റോഡിൻ്റെ ഇരു സൈഡിലെയും വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഉയർന്നും താഴ്ന്നും കിടക്കുന്ന പ്രദേശമായതിനാൽ പല ഭാഗങ്ങളിലും ആറി വാളുകൾ ഉപയോഗിച്ച് സൈഡ് കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വേണം മെയിൻ റോഡ് നിർമ്മിക്കാനുള്ളത്. കോരാണിയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലമൂട് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പുതുതായിട്ടുള്ള മെയിൻ റോഡും സർവീസ് റോഡുമൊക്കെ ഇടത് സൈഡിലാണ് വരുന്നത്. ഒരു സൈഡിലുള്ള സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്തെയും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇരു സൈഡിലെയും മണ്ണിടിച്ച് മാറ്റി ഓട നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും മാമം നദിക്ക് കുറുകെ പുതുതായി ഒരു പാലം നിർമ്മിച്ച് നേരെ ആയംകോണത്താണ് വന്ന് അവസാനിക്കുന്നത്. ഇനി ആയംകോണം ഭാഗത്തെ കാഴ്ചകൾ കാണാം. ആയംകോണത്ത് ഒരു ഓവർപാസാണ് വരുന്നത്. ഓവർപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഡൈവേർഷൻ റോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഓവർപാസിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2-3 ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ഗർഡറുകൾക്ക് വേണ്ടിയുള്ള സ്റ്റീൽ വർക്കുകളും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കല്ലമ്പലം ജംഗ്ഷൻ വരെ റോഡിൻ്റെ വലത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ താറങ്ങി ചെയ്തിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ ഇപ്പോഴും പഴയ റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. ഇവിടെ മുതൽ കല്ലമ്പലം ജംഗ്ഷൻ വരെ വളരെ ഇടുങ്ങിയ റോഡാണ്. 2 സൈഡിലെയും മണ്ണുകൾ പൂർണ്ണമായി എടുത്തു മാറ്റി കോൺക്രീറ്റ് ബാരിയറുകൾ വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ ഇടത് സൈഡിൽ ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. കല്ലമ്പലം ജംഗ്ഷനിൽ കൂടുതൽ വർക്കുകളൊന്നും പുരോഗമിക്കുന്നില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഒരു സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് നാവായിക്കുളം തട്ടുപാലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. തട്ടുപാലം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ റീറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ 2 സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും നടക്കുന്നുണ്ട്.
തട്ടുപാലം ജംഗ്ഷനിൽ നിന്നും നേരെ നാവായിക്കുളം ജംഗ്ഷനിലേക്ക് പോകുമ്പോഴും സർവീസ് റോഡ് വഴി തന്നെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെയും മെയിൻ റോഡിൻ്റെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. നാവായിക്കുളം ജംഗ്ഷൻ കഴിഞ്ഞ് 28-ാം മൈൽ ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ആറിവാൾ വർക്കുകൾ ഇനി നടക്കേണ്ടതുണ്ട്. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത് സൈഡിൽ ഇപ്പോൾ റീടൈനിങ് വാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി കാണാം. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനും ഫാർമസി ജംഗ്ഷനും ഇടയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അത് പിയറിൽ വരുന്ന അണ്ടർപാസാണ്. ഒരു സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കുകളൊന്നും അവിടെ നടക്കുന്നില്ല. ഫാർമസി ജംഗ്ഷനിലും നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ കുറേ ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കടമ്പാട്ടുകോണത്തേക്കാണ് പോകുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിലും റീടൈനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നിന്നും മുക്കട വരെയുള്ള ഭാഗത്ത് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഉണ്ടായിരുന്നു. അതിപ്പോൾ നടക്കുന്നുണ്ട്.
ഈ കാണുന്നത് പാരിപ്പള്ളിയിലേക്ക് പോകാനുള്ള എക്സിറ്റ് പോയിൻ്റാണ്. മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വടക്ക് ഭാഗത്തെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. മുക്കടയിലെ അണ്ടർപാസ് ഇപ്പോൾ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. വർക്കല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ അണ്ടർപാസിന് അടിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മുക്കട ഭാഗത്തും തിരുമുക്ക ഭാഗത്തുമൊക്കെ റോഡിൻ്റെ അശാസ്ത്രീയത മാറ്റുന്നതിന് വേണ്ടി പുതിയ അണ്ടർപാസിനും കുറച്ചുകൂടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുമായി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുക്കട മുതൽ പാരിപ്പള്ളി വരെ പൂർണ്ണമായും ആറിവാൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് നടക്കുന്നത്. ഏകദേശം 90% മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലുള്ള ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. പാരിപ്പള്ളി ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡിലെ കോൺക്രീറ്റ് വർക്ക് ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ്റെ വർക്ക് 2 ആഴ്ച മുന്നേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ വീഡിയോകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.